ഗൈസ് അപ്പോൾ നമ്മളുള്ളത് നൈറ്റ് ഔട്ടിലാണ് കേട്ടോ. നൈറ്റ് ടു ബി എന്താ നടന്നേ പറയും. എന്താ നടന്നു വെച്ചാലേ, ഞാൻ ഇന്നെങ്കിലും ഒരു നേരത്തെ പോയി ഒരു 8 മണിക്കങ്ങനെ കയറി ഒരു 10 മണിക്ക് ഉറങ്ങാൻ വിചാരിച്ചാണ്ട്. അല്ല ഞാൻ പറയട്ടെ, പറയാൻ പറഞ്ഞോണ്ട് 10 മണിക്ക് ഉറങ്ങാൻ വെച്ച് പോയതാണ്. അപ്പൊ വെറുതെ ഒന്ന് വീഡിയോ കോൾ ചെയ്തു, വെറുതെ നോർമൽ. അപ്പൊ എന്നോട് പറഞ്ഞു എന്താണ് എന്നാ കാണണം, എന്തായാലും കാണണം, മിസ്സാവുന്നുണ്ട്. അത് പറഞ്ഞു കുറെ ആയാലോ കണ്ടിട്ട്, എന്തായാലും വരാൻ പറഞ്ഞു. എന്നിട്ട് 33 തരം ചായ ഉള്ള കട ഉണ്ട്. അവിടുന്ന് ഈ ഒന്ന് 10 ചായ ഒന്നും കുടിക്കാറുണ്ട്. ഒന്ന് 10 തരം എനിക്ക് വേണ്ട, 10 തരം ചായ കുടിക്കുക. എന്നിട്ട് പറയണ 3/4 മണിക്കൂറായിട്ട് ഇതാ ഞാൻ അവിടെ നിൽക്കുക. കൊഴപ്പില്ലടാ, ഇതൊക്കെ തിരിച്ചാകുമ്പോ വീട്ടിൽ പോയില്ലേ. അല്ല ഈ ജിമ്മിന് പോകുന്നുണ്ടോ? വെറുതെ ഇടക്ക് കയറി ഇറങ്ങി പോരും. നമ്മൾ ഈ ചായപ്പൊടിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ 32 തരം ചായ. ആപ്പിൾ, മാംഗോ, ചോക്ലേറ്റ്, ഫ്രൂക്ടൈൽ, ബനാന, ഗ്രാമ്പൂ, ഇഞ്ചി, നമ്മുടെ പേരൊക്കെ തുളസി ഇഞ്ചി, മാങ്ങിഞ്ചി, ഓറഞ്ച്, ഇറാനി, രാജസ്ഥാനി, ഈജിപ്ഷ്യനി, വാനിലാനി, ഇമ്മ്യൂണിറ്റി, വാനില, മോച്ച, ബദാം, മസാല, ബട്ടർ സ്കോച്ച്, ബട്ടർ സ്കോച്ച്, കാരമൽ, ലിച്ചി, ബിച്ചി, അക്കം സിക്കി, അക്കം ബിക്കം പൊക്കം, കാട്ടക്ക്, റോസ്, വായിക്കല്ലോ ആസാമല്ല ചായ പിസ്ത. എന്താ പറഞ്ഞേ? വായിക്കല്ലോ, വായിക്കല്ലേ. അപ്പം എങ്ങോട്ടാ പോണേ? പിന്നെ ഇങ്ങോട്ട് വെച്ചോ, ഇങ്ങോട്ട് വെച്ചോ. കുങ്കുമ ഞാനല്ല പറഞ്ഞത്, സാധാ ചായ. അത്ര ചായ മതി. ഇമ്മ്യൂണിറ്റി ചായ, പനിക്കുള്ള എനിക്ക് സാധാ ചായ. ഇതൊരു കുങ്കുമച്ചായയും ഇമ്മ്യൂണിറ്റി ചായ അല്ലേ? എങ്ങനെ? കുഴപ്പമില്ല, ചൂടുണ്ടല്ലേ? എനിക്ക് കുറച്ച് മധുരമുണ്ട്. ഇരുന്ന ഒരു മിനിറ്റ് ചായ സിപ്പ് അടിച്ചാ. നല്ല ചൂടാണ്. മിനിറ്റ് ചായ ഒന്ന് ടേസ്റ്റ് ചെയ്യണ ഒരു ASMR. അപ്പൊ ജിംഷാക്ക് മിനിറ്റ് ചായ ടേസ്റ്റ് ചെയ്യാൻ പോട്ടോ. ഹലോ ഗൈസ്, അപ്പൊ എന്നത്തെ പോലെ നമ്മള് ചർച്ച ബിസിനസ്സിലെത്തിയിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു 4 നടക്കാത്ത ബിസിനസിനെ പറ്റി രാത്രി ഉറക്കം വെച്ച് സംസാരിച്ചിട്ടില്ലെങ്കിൽ ഒരു സുഖമല്ല. അപ്പൊ എന്താ വെച്ചാല് ഞങ്ങള് ബിസിനസ്സിന് വേണ്ടി ഞങ്ങള് ചായ കുടിച്ച് കളഞ്ഞ ടൈമൊക്കെ ഇപ്പം ബാക്കിയുള്ള ബിസിനസ്സുകളൊക്കെ ചായ കുടിച്ചത് പോലെ അതല്ല, നമ്മള് ചായ കുടിച്ചിട്ട് ബാക്കിയുള്ള ബിസിനസ്സൊക്കെ ഒരു നിലയിലെത്തി. അതെ, അതായത് ഈ ഒരു നിലമ്പൂരിന് ഇടവണ്ണ വരല്ല ഒരുപാട് ചായപ്പീടികള് നമ്മളെ കാരണം വിജയിച്ചു, സംരംഭങ്ങളായി മാറിയിട്ടുണ്ട്. അതായത് നമ്മളെ ബിസിനസ് നമ്മളെ പ്ലാൻ എവിടെ എത്തിയല്ലോ, ഓല പ്ലാനൊക്കെ കറക്റ്റ് വർക്കൗട്ട് ആയി ചെയ്തു. അപ്പൊ നമുക്ക് നമ്മുടെ റിയൽ എസ്റ്റേറ്റിന്റെ ഉള്ളറിയാൻ എന്ന് പറഞ്ഞ വിഷയം സംസാരിക്കാൻ വേണ്ടി റിയൽ എസ്റ്റേറ്റിന്റെ ഉള്ളറിയാൻ ആ വിഷയത്തെ കുറിച്ച് അധികരിച്ച് സംസാരിക്കാൻ. അതായത് ഇത്രയും കാലത്തെ ബിസിനസ് ചർച്ചകളിൽ പറഞ്ഞ റിയൽ എസ്റ്റേറ്റ് ഒക്കെ വലിയപ്പന്മാരെ ചെയ്യുള്ളൂ, അതൊക്കെ കാക്കമാരെ പരിപാടിയാണ്. ഇപ്പൊ നമ്മളെന്ത് ചെയ്തു, നമ്മളെ കാക്കമാരായി തന്തവൈ ആയപ്പോ നമ്മൾ റിയൽ എസ്റ്റേറ്റ് ഇറങ്ങാൻ പോകും. ഒരു അങ്ങനത്തെ എങ്ങനെ വരും അറിയോ? ഒരു പഴയ ഇന്നോവ, ഒരു 2009-10 മോഡൽ ഇന്നോവ, അതില് ഒരു 3-4 വയസ്സം കാക്കമാര്, 3-4 വയസ്സം കാക്കമാര്, ഒരു 4-5 ആളുണ്ടാവും. അതിലൊരാൾ സിഗരറ്റും കുറ്റിയൊക്കെ പിടിച്ച് ഇങ്ങനെ ഇങ്ങനെ നോക്കി, എന്നിട്ട് വേറെ അവിടെ അതിന്റെ അടുത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ അവിടെ എത്തിയിട്ട് ഇതിങ്ങനെയാണോ ഒക്കെ ചോദിച്ചു ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ഇതിപ്പോ എന്ത് കിട്ടും, ഇതിപ്പം ഇവിടെ എന്താ ഉണ്ടാവുക, അടിയിൽ വെള്ളം ഉണ്ടാവുക, കുഴിച്ചാൽ വെള്ളം ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ആ ഒരു മോഡിക്ക് മാറാൻ പോവാണ് ഞങ്ങള്. അപ്പൊ അതിനുള്ള സജഷൻസ് വരട്ടെ, എല്ലാവരും കമന്റ് ചെയ്യാം. നമ്മളെന്തായാലും തന്തകളായി.
ചെറിയ പ്രായത്തിലെ നമ്മൾ വാർദ്ധക്യം പിടിച്ചു. എന്തൊക്കെ ബിസിനസ്സുകൾ നമ്മൾ പ്ലാൻ ആക്കിയിരിക്കണേ ഒരു 5-6 വർഷത്തിനുള്ളിൽ. അതിനകത്ത് ഒന്ന് പോലും തുടങ്ങി. ഞാൻ പറയട്ടെ, അന്ന് കുറച്ച് ഫസ്റ്റ് നമ്മൾ ബിസിനസ് മീറ്റിന് ഇരുന്നില്ലേ അടിച്ചുകൊണ്ട്, അന്ന് കുറച്ച് ഒരു കുളം വാങ്ങിയിട്ടേ അതിൽ കുറച്ചാണ്ട് ഫിലോപ്പി കുട്ടികളെ ഇട്ടിക്കണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മൂന്ന് മീനുത്സവം നടത്തി 4 കൊയ്ത്ത് നടത്തിയപ്പോ 4 കൊയ്ത്ത് നടത്തി അതിൽ ചില്ലറ നല്ല ബിസിനസ് ആണല്ലോ. ശരിയാണ്. മീനിന്റെ പരിപാടി തുടങ്ങിയാണ്. ഫിലോപ്പി കുട്ടികളെ കോടീശ്വരന്മാരാവണത് മീനിന്റെ പരിപാടി പോയേ തുടങ്ങാം. ഫോറസ്റ്റാരൊക്കെ ഒന്ന് പൊക്കിയ റവന്യൂക്കാര് മീനിന്റെ പരിപാടി ഇങ്ങനെ പോയാൽ തുടങ്ങാൻ പറ്റും. മീൻ പോവൂലേ? ഫോറസ്റ്റുകാരൊക്കെ നിയമം പറഞ്ഞു. വണ്ടി തള്ളി കൊടുക്കണോ? ഓൾറെഡി 5 ആള് തള്ളാണ്ട് നമ്മളും കൂടെ പോയി തള്ളും. തള്ളണോ? ഞങ്ങൾ ഓൾറെഡി തള്ളിയിരിക്കും. യൂട്യൂബ് വരും. യൂട്യൂബിൽ അത് തള്ളിട്ടോ. നൂഡിൽസ് കഴിക്കല്ലേ? എന്തിങ്ങനെന്നല്ല, 5-6 കൊല്ലം മോട്ടിവേഷൻ നിങ്ങൾക്ക്. എന്റെ മോട്ടിവേഷൻ അവിടെ വന്ന് പോയി. ഇടക്കിടക്ക് യൂസുഫ് അലിക്ക് പറയണ ഇങ്ങനെ കേൾക്കും. എന്റെ റീൽസ് തുറന്ന ഫുൾ മോട്ടിവേഷൻ. അത് പറ യൂസുഫ് അലിക്ക പിന്നെ മൂപ്പര് ഒപ്പല്ല മൂപ്പരെ മാനേജറോട് ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ പറയുന്ന ഒരു രീതി ഉണ്ട്. ആ രീതിയാണ് പറഞ്ഞാൽ യൂസുഫ് അലിക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഇറങ്ങി പോവും. അതായത് ഇറങ്ങി കാറ് കയറുന്നതിന്റെ തൊട്ട് മുമ്പാണ് ഈ ഒരു ഇത് വരിക. അപ്പം സാർ എന്തെങ്കിലും നമ്മളെ കുട്ടീൻ്റെ പഠനത്തിന് ആകതായിക്കണം, അതിലിങ്ങനെ തിരിയും. അഷ്റഫ് ഇങ്ങോട്ട് വരും, ഇവരെ കുടുംബത്തിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് എഴുതിയിട്ട് കൊടുക്കും. പിന്നെ അടുത്ത പ്രാവശ്യം ഇവർ വരുമ്പോൾ ഈ പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. പിന്നെ ജോലീൻ്റെ ആവശ്യം വല്ലതും ഉണ്ടെങ്കിൽ ലുലുവിൽ നമുക്ക് ശരിയാക്കി കൊടുക്കണം. അഷ്റഫ് പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ, അടുത്ത പ്രാവശ്യം ഞാനിവിടെ വരുമ്പോൾ ഇത് കാണാൻ പാടില്ല. ഓക്കെ ശരി, പോയിട്ട് വരും. ബോസെ വാണ നമ്മൾ എന്തുട്ടാ മാണ നമ്മള് കൂടും. അപ്പൊ അങ്ങനെയാണ് യൂസുഫ് അലിക്ക പറയാം അല്ലേ? യൂസുഫ് അലിക്ക പ്രോപ്പർ. ഞാൻ ഫാനാണ് യൂസുഫ് അലിക്കാരെ പ്രത്യേകം തരോ? മൂപ്പരെ സ്റ്റാഫിനോടൊക്കെ എപ്പോഴും ചോദിക്കുന്ന സാധനം ഉണ്ട്. എത്ര വർഷമായാലും ഇമ്മാൻക്ക് പൈസ അയച്ചു കൊടുക്കലുണ്ടോ അല്ലേ? അത് ഈ 2 ചോദ്യം അത് മസ്റ്റാണ്, എപ്പോഴും വരും. ഇമ്മാക്കൊക്കെ പൈസ അയച്ചു കൊടുക്കലില്ലേ മോനെ? ഇങ്ങനെ വരില്ലേ വ്യവസായ കാക്കനെ കൈ പിടിച്ചു. എത്ര വർഷമായി? ഞാൻ ചോദിച്ചു സ്റ്റാഫിനോട്. അപ്പോൾ കഴിഞ്ഞ ദിവസം സാലറി തന്നില്ലല്ലോ. ഇതൊക്കെ കണ്ട് മാസം കണ്ട് അച്ചു സ്റ്റാഫിനോട് ഉമ്മാക്ക് പൈസ നിങ്ങൾ പൈസ എത്ര വർഷമായി? 2 വർഷമായി. ഇനി ശമ്പളം കിട്ടിയില്ല. ഞങ്ങള് അങ്ങനെ നല്ലട്ടോ, ശമ്പളം നമ്മള് കറക്റ്റ് കൊടുക്കില്ല. നമ്മക്ക് വെച്ചില്ലെങ്കിലും ശമ്പളം പോളിസി അങ്ങനല്ല. അതായത് ബാസിൽ പറഞ്ഞാൽ എങ്ങനെ എൻഡ് ചെയ്യാറ്? അതായത് പറഞ്ഞ കാറെടുത്ത് ഡ്രിഫ്റ്റ് ചെയ്യാം റോട്ടിൽ കൂടെ. ഡ്രിഫ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് കേറ്റിന്റെ ഇടവണ പോയില്ല. നേരെ 2 മില്യൺ ഷുവർ ഷോട്ട്. എന്റെ പണ്ടത്തെ ആഗ്രഹം എന്തേനോ ഈ കാറ്. എന്റെ പണ്ടത്തെ ആഗ്രഹം എന്തേനോ കാറോ? പണ്ടത്തെ ആഗ്രഹം എന്താ? ഈ ലോറിന്റെ ഡ്രൈവർ ആവുക. എടാ ഞാൻ എന്റെ ചെറുതേനി ഞാൻ എന്തേലും അറിയോ? പൈലറ്റ്. എടാ ഞാൻ ഒരു ഡിസ്കേനി. ഞാൻ ഒരു ഓർമ്മ പോയി ക്ലാസ്സിൽ ചോദിക്കുവേ. അതിൽ ആഗ്രഹം ചോദിക്കും എല്ലാരും ഡ്രൈവർ, പ്ലംബർ എന്നൊക്കെ പറയും. അപ്പൊ അതിൽ ഏറ്റവും ടോപ്പ് പണി പറയണല്ലോ. അപ്പൊ അന്നൊക്കെ ഞാൻ വിചാരിച്ചു പണിക്കോണാണ് ഏറ്റവും വലിയ വളവ്. പണിക്കോണൊന്നും വളവല്ല. അത് പിന്നെ മനസ്സിലായി. അതിലേ നീച്ചത് പൈലറ്റ് അറിയും. എന്നാ അപ്പുറത്തുള്ള കുട്ടി, ഞാൻ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചു, അപ്പുറത്തുള്ള കുട്ടിയൊക്കെ പൈലറ്റ് എന്താണെന്ന് പോലും അറിയില്ല. ആ സമയത്ത് ഞാൻ പൈലറ്റ് അറിയും. അതിൽ ഇനി എവിടെ പോയാണ് പൈലറ്റ് പഠിക്കാൻ ആഗ്രഹം?
കോഴിക്കോടോ എവിടെയും പോയി പഠിക്കണം. അന്നൊക്കെ ദൂരമുള്ള സ്ഥലം കോഴിക്കോടാണ്. എയർപോർട്ട് കോഴിക്കോടല്ലേ? കോഴിക്കോട് എയർപോർട്ട്. കോഴിക്കോട് എയർപോർട്ടിലോ ജില്ലയിലാണ്. ഇവൻ പൈലറ്റ് പറഞ്ഞു, പിന്നെ അപ്പുറത്ത് എല്ലാവരും പൈലറ്റാ. അങ്ങനെ ഉണ്ട്. ഒരാള് പൈലറ്റ് പറഞ്ഞാല് അങ്ങനത്തെ കുറെ പാങ്ങണ്ടാ. എന്താണെന്ന് ചോദിച്ചത്. ഓ, ഇന്ത്യ ക്ലാസ്സിൽ എത്രങ്ങാനും ഡോക്ടർമാരെന്ന് അറിയോ? ഇപ്പൊ അതിലാകെ 1-2 ഡോക്ടർമാരുണ്ട്. എല്ലാരും ഡോക്ടർമാര്. അന്നൊന്നും പറഞ്ഞ പണിക്കൊന്നും ഇതുവരെ ആരും എത്തിയിട്ടില്ല. ഞാൻ പട്ടാളൊക്കെ പറഞ്ഞിരുന്നത്. ഞാനൊക്കെ ശരിക്കും ഇപ്പൊ ഉണ്ടല്ലോ അതിർത്തിയില് തൂക്കിന്ന കാശ്മീർ ബോർഡറിലൊക്കെ നിക്കണ്ട ഒരു മനുഷ്യര് മരവിച്ച് തണുത്ത് വിറച്ച്. ഞാൻ പട്ടാളത്തിന്റെ അതിലേ ഇമ്മേടാ എന്നെ നടത്തിയത്. എനിക്ക് ആകെ ജന്നുള്ളൂ. ഇനി പട്ടാളത്തിലൊക്കെ പോയി കണ്ട് വീരവൃത്തി വരിച്ചാല് എല്ലാരും പറയും വീരനായിരുന്നു. ദുബായിന്ന് സ്കൈ ഡൈവിന് വേണം. അതില് നബീലിന്റെ അമ്മ പറഞ്ഞു ഇത് ഒരാള് സ്പോൺസർ ചെയ്യാറുണ്ട്. അതില് മൂപ്പര് പറഞ്ഞു നബീലിന്റെ അമ്മാന്റെ അനുവാദം കിട്ടണം എന്ന് പറഞ്ഞു. അതില് നബീല് കടന്ന് നയിച്ച ഇമ്മ എങ്ങനെയും വിടി. അതിൽ ഇമ്മ തൊട്ടാലും പിടിച്ചാലൊന്നുമില്ല. നബീലിന്റെ പറഞ്ഞു ഉമ്മ പേളിമാണി ചാടിക്കണ്, ടോവിനോ തോമസ് ചാടിക്കണം, ഒന്ന് വിടിമാന്. അതിൽ നബീലിന്റെ അമ്മാന്റെ അടുത്ത വയസ്സ് അറിയോ? പേളിമാനിന്റെ ഉമ്മാക്കും ടോവിനോ തോമസിന്റെ ഉമ്മക്കും കണ്ടമാനം കുട്ടികളുണ്ടോളും. ഇച്ചൊറ്റ കുട്ടിയുള്ള അത് നബീലാണ്. അയച്ചാടുന്നുണ്ട് ഇജ്ജ് ചാടൂലാറ്. മൂല്യന്മാരാണ് തോന്നുന്നു. സബ്സ്ക്രൈബ് ചെയ്യൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. കാണാം. അല്ലാഹു ശക്തി അതിന്റെ വീല് കാര്യം കൂടി കയറി ഇറങ്ങി. ആ ഓര് കണ്ടിട്ടില്ല. അല്ല അത് എലി അടിച്ചാണ്. നായ്ക്കളൊക്കെ നാളെ കൂടുതൽ യൂട്യൂബില് നമ്മളെ ഫോട്ടോ വരുന്നുള്ള സാധനം ഓല് കൊടുങ്ങും. സദുസ്ഥാനിക്ക് ഇശാസ്കാരം കഴിഞ്ഞ് ഉറക്കിയിട്ട് എല്ലാരും മേലത്തെ നിലയിലുണ്ടാവും. കടന്നിറങ്ങിണ്ടാവുന്നതാണ്. വണ്ടി ഇറങ്ങിയാൽ ചിലപ്പോ ബാക്കി വണ്ടിനുള്ളിൽ കയറിയിട്ട് സംസാരിക്കാ. കയറടാ, വണ്ടി കയറി. നൈറ്റ് വൈബ് എന്ന് പറഞ്ഞ് കടന്നുറങ്ങാനൊക്കെ ഇപ്പൊ എത്ര സമയടാ? 12:30 എത്തണടാ. ഇല്ലെങ്കിൽ എന്താ ട്രെയിൻ ടൈമോ? അത് ഇവിടുത്തല്ല, അമേരിക്കത്തെ. നമ്മളെ കൂടെ സഞ്ചരിച്ചോട്ടെ. അമേരിക്കന്റെ സമയത്തിന് ഒത്തെങ്കിലും സഞ്ചരിക്കാൻ പറ്റട്ടെ എന്നുള്ള രീതിയിൽ മോഹം കൊണ്ട് സംഭവങ്ങളില്ലേ. നാളെന്താ പരിപാടി? നമുക്ക് കോഴിക്കോട് പോയാലോ? ബീച്ച് വൈബ് പിടിക്കാന്. അവസാനിപ്പിക്കാനായോ? അപ്പോൾ നമ്മൾ ഈ നൈറ്റ് വൈബ് വ്ളോഗ് കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇങ്ങനെയൊന്നും വീടുകളിൽ നിന്ന് ഇറങ്ങി പോവാതിരിക്കുക. മെയിനായിട്ട് രാത്രി 10 മണിക്കും 12 മണിക്കും പോകുന്ന ചീത്ത കൂട്ടുകെട്ടിൽ പെടാത്ത കുട്ടികളായി മാറാൻ എല്ലാവരും ശ്രമിക്കുക. ഇതുപോലുള്ള കൂട്ടുകെട്ടുകൾ കണ്ടു ഞങ്ങളെ വീഡിയോ കണ്ടു ഇൻസ്പയർ ആവാണ്ടിരിക്കുക പരമാവധി. ഇങ്ങനത്തെ കാര്യങ്ങളിൽ നല്ലതായ കാര്യങ്ങൾ കണ്ട് നിങ്ങൾക്ക് ഇൻസ്പയർ ആവാൻ ഒരുപാടുണ്ട്. നല്ലതല്ലെങ്കിൽ നമ്മൾ നല്ലതാണെന്ന് പറയും. നമ്മളെന്നെ പറയും. ഈ ചായ കുടിച്ചാൽ പോകുന്നത് നല്ലതല്ല നമുക്കറിയാം. പെരേ വേണേ ചായ ഇട്ടു, അതൊക്കെ നമുക്കറിയാം. നല്ലതല്ല. പക്ഷെ നിങ്ങൾ ചെയ്യരുത്. ഞങ്ങളോ ചെയ്തു, പക്ഷെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഇത് ചെയ്യരുത്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഇപ്പൊ എങ്ങനെയൊക്കെ ആവാതിരിക്കാം പുതിയ തലമുറ എന്നുള്ളതാണ് നമ്മൾ കാണിച്ചു കൊടുത്തത്. അതായത് നമ്മൾ ഡെമോ കാണിച്ചു തരും. ഇങ്ങനെയൊന്നും ആവരുത്. അതിനുള്ളൊരു ഡെമോ ആണ്. എന്തെങ്ങനെ മറ്റേ പൂച്ചക്ക് ഇതാക്കാൻ മുട്ടിയ പോലെ എങ്ങനെ നിൽക്കണേ. പോവാ
ആയിക്കോട്ടെ, നമ്മളെ വ്ളോഗൊക്കെ അവസാനിക്കണം, ലോകം അവസാനിക്കണം ആഗ്രഹം. അപ്പം നമ്മളെ ഈ എളിയ വ്ളോഗ് കൊണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വ്ളോഗിന് വേണ്ടി കാത്തിരിക്കുക. ബൈ ഗൈസ്.